ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ചെണ്ടുമല്ലി കൃഷിയുമായി പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് ഒരേക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഒരേക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘപ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് നൂറുമേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂകൃഷിക്കാരനായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്ന് ഏകദേശം 7 ക്വിന്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി എനിക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ ഏകദേശം വിളവെടുപ്പിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘം സെക്രട്ടറി എം സുകേഷ്, പ്രസിഡന്റ് രവീന്ദ്രൻ കാപ്പിൽ വളപ്പിൽ, അംഗങ്ങളായ കെ ശശി രാവണേശ്വരം, ടി അഭിലാഷ്, എൻ ശ്രീജിത്ത്, വി നാരായണൻ, കെ വി ബാലകൃഷ്ണൻ, വി ധനകേഷ്, വൈശാഖൻ ചെറുകര, ബി ഉണ്ണികൃഷ്ണൻ, വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് രവീന്ദ്രൻ കാപ്പിൽ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ സബീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ എ തമ്പാൻ, ദീപ പ്രവീൺ, കൃഷി ഓഫീസർ സി പ്രമോദ് കുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി എം സുകേഷ് സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകരും നാട്ടുകാരും സ്കൂൾ അധികൃതരുമടക്കം നിരവധി പേരാണ് ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉത്സവത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നത്. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.